CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം AK സെന്ററിൽ ആരംഭിച്ചു. 3 മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം നാളെ വരാനിരിക്കുകയാണ് യോഗം. CPIയുടെയും സംസ്ഥാന നേതൃയോഗങ്ങളും ഇന്ന് നടക്കുന്നുണ്ട്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ച ജില്ലാ കമ്മിറ്റിയുടെ റിപ്പോർട്ട് CPM സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യും. പാലക്കാട് 2ാം സ്ഥാനത്തെത്തിയാലും അത് ഗുണമാകുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിന്റെ പേരിൽ സജി ചെറിയാനെതിരെ തുടരന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടതും ചർച്ചയായേക്കും. ഒരു വിഷയത്തിൽ 2 രാജി വേണ്ട എന്നാണ് നേതൃത്വം പറയുന്നത്. BV വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. വിനോദ്, ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിനേക്കാളും യോഗത്തിൽ പ്രധാന ചർച്ചയാവുക സജി ചെറിയാനുമായി ബന്ധപ്പെട്ട വിഷയമാകാം. അവിടെ പാർട്ടിയുടെ തീരുമാനം, മുഖ്യമന്ത്രി തീരുമാനമൊക്കെ പ്രധാനമാണ്. എന്തൊക്കെയാണ് പാർട്ടി ഈ വിഷയത്തിൽ ഇതുവരെ സ്വീകരിച്ച നിലപാട്? രജിത്ത്, സജി ചെറിയാന്റെ രാജി ആവശ്യമില്ല എന്ന ഒരു നിലപാടിൽ തന്നെയാണ് പാർട്ടി നേതൃത്വം ഇപ്പോൾ ഉള്ളത്. കാരണം ഇതേ വിഷയത്തിൽ നേരത്തെ രാജിവെക്കുകയും പിന്നീട് അനുകൂലമായ ഒരു വിധി വന്ന സാഹചര്യത്തിൽ അദ്ദേഹം മന്ത്രിസ്ഥാനത്തേക്ക് തിരിച്ചു വരികയും ചെയ്തതാണ്. പോലീസ് അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് നൽകിയിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നേരത്തെ വിചാരണ കോടതിയുടെ ഭാഗത്ത് നിന്ന് അനുകൂലമായ ഒരു തീരുമാനമുണ്ടായത്. പക്ഷേ പിന്നീട് പരാതിക്കാരൻ ഹൈക്കോടതിയെ സമീപിക്കുകയും ഇപ്പോൾ തിരിച്ചടി ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു. ഒരേ വിഷയത്തിൽ ആവർത്തിച്ചുള്ള രാജി ആവശ്യമില്ല എന്ന നിലപാടിൽ തന്നെയാണ് പാർട്ടി ഉള്ളത്. 3 മണ്ഡലങ്ങളിലും ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷമുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം കൂടിയാണ് ഇന്നത്തേത്. ഇന്നത്തെ യോഗത്തിൽ ഈ മണ്ഡലങ്ങളിൽ പ്രത്യേകിച്ച് പാലക്കാട്ടെ സാഹചര്യമാണ് കൂടുതലായി വിലയിരുത്തുന്നത്. ഒരുപക്ഷെ BJPയുടെ സാധ്യതകൾ അതുതന്നെയാണ് CPM ഒരു വെല്ലുവിളിയായി കാണുന്നത്. UDFന്റെ വിജയം എന്നതിനപ്പുറത്തേക്ക് BJPയുടെ സാധ്യതകൾ പരിശോധിക്കുന്നുണ്ട്. നഗര കേന്ദ്രീകൃതമായുള്ള പോളിംഗ് വർധന അത് ആർക്ക് ഗുണകരമാകും എന്നത് തന്നെയാണ് പ്രധാനമായും ഈ യോഗത്തിൻ്റെ ഭാഗമായി വരിക. പാലക്കാട് ജില്ലാ കമ്മിറ്റി നൽകിയിട്ടുള്ള റിപ്പോർട്ടിന്മേലുള്ള ഒരു അവലോകനമാണ് നടക്കുന്നത്. 2ാം സ്ഥാനത്തേക്ക് എത്തിയാലും, അതായത് UDFന്റെയോ BJPയുടെ സാധ്യതകൾ കൂടി പരിഗണിച്ചുകൊണ്ട് 2ാം സ്ഥാനം നിലത്തിലേക്ക് എത്താൻ കഴിഞ്ഞാൽ, അതായത് നില മെച്ചപ്പെടുത്തുന്ന സ്ഥിതിയിലേക്ക് വരും. മാത്രമല്ല പ്രചരണങ്ങൾ, പലവിധ ആരോപണങ്ങളുണ്ട്. ഭരണവിരുദ്ധ വികാരം എന്ന നിലയ്ക്കുള്ള ഒരു വിലയിരുത്തൽ കൂടി, അല്ലെങ്കിൽ സെമി ഫൈനൽ, അടുത്ത അസംബ്ലി തിരഞ്ഞെടുപ്പിന് മുൻപുള്ള ഒരു സെമി ഫൈനൽ എന്ന നിലയ്ക്കുള്ള വിലയിരുത്തൽ, അവിടെയൊക്കെ തന്നെ 2ാം സ്ഥാനമാണെങ്കിൽ കൂടിയും പാർട്ടിയുടെ നില മെച്ചമായിരിക്കും എന്ന ഒരു വിലയിരുത്തലാണുള്ളത്. സജി ചെറിയാന്റെ കാര്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രാജി വേണ്ടതില്ല എന്നതാണ്. CPIയുടെ നേതൃയോഗവും ഇന്ന് ചേരുന്നുണ്ട്. സംസ്ഥാന നിർവാഹക സമിതി യോഗം ഇപ്പോൾ നടക്കുകയാണ്. ഈ CPIക്ക് പല കാര്യങ്ങളിൽ വിയോജിപ്പുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരസ്യ വിവാദമായിരുന്നു. 2 പത്രങ്ങളിൽ പ്രധാനമായും വന്ന പരസ്യം, അത് LDF സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വന്ന പരസ്യങ്ങൾ, സന്ദീപ് വാര്യരുടേത് ഉൾപ്പെടെ, അല്ലെങ്കിൽ സന്ദീപ് വാര്യർ നേരത്തെ നടത്തിയിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ പങ്കുവച്ചത്.